അല്ല അതെ, നമ്മള് സമ്മാന പരിപാടി എന്ന് പറഞ്ഞിട്ട് 2 മഴ പെയ്യിട്ടുള്ളല്ലോ, ബാക്കി മഴയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അല്ലേ ചേച്ചി ഇതിലായിട്ട് ഇങ്ങോട്ടൊന്നും പറഞ്ഞില്ലേ? എവിടെ നടക്കാൻ കഴിഞ്ഞ സമയം ഇപ്പൊ തന്നെ മണി 12 കണക്കൊന്നും നോക്കട്ടെ. നീ ആദ്യം അവരോടൊന്ന് പറഞ്ഞേ. അതായത് അണ്ണാ, നമ്മളിപ്പോ ചെയ്യുന്ന ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ സ്റ്റാറ്റസോ സ്റ്റോറിയോ ഇടുക. അത് 100 വ്യൂവേഴ്സ് എത്തുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ ഒരു ബോട്ടിന്റെ നെക്ക് ബാൻഡ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സമ്മാന പരിപാടിയിലെ അടുത്ത മഴ. ഇതിപ്പോ മഴ പെയ്ത് പ്രളയമാകുന്ന ലക്ഷണമാണല്ലോടാ. അതായത് ഇനി ബാക്കിയുള്ള ഓഫറൊക്കെ നീ കേട്ട് കഴിഞ്ഞപ്പോ നീ എന്തോ പറയും? കൊള്ളാം. നീ അടുത്ത കോൺടെസ്റ്റ് എന്താണെന്നറിയോ? ബ്യൂട്ടി കോൺടെസ്റ്റ്. അതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടി കോൺടെസ്റ്റ് ഇപ്പൊ വരാവേ. ഞങ്ങൾക്ക് തന്നെ ഇവിടെ ഇടവില്ല, നീ ഒന്ന് അടങ്ങടാ കൊച്ചനെ. അപ്പൊ തന്നോളൂ. എന്തുവാടാ നീയൊക്കെ? കുറച്ച് പൗഡർ എടുക്കട്ടെ? അമ്പാടി നിനക്ക് ലിപ്സ്റ്റിക് വേണോടാ? എന്തോ തരുമോന്നാ നീ ചോദിക്കുന്നേ? എടാ നിനക്കൊന്നും അല്ല, ഈ മരമാക്കളെ കൊണ്ട് ഞാൻ തോറ്റിയാര്. നിനക്കൊന്നും അല്ല, ഇവിടെ വരുന്ന ലേഡീസിന്റെ കാര്യമാണ് പറഞ്ഞത്. ബ്യൂട്ടിന്ന് കേട്ടപ്പോഴേ എല്ലാം കൂടെ ഓടി അതിനകത്ത് കേൾക്കണം ഒരുങ്ങുന്നത്. അത് പറയാൻ സമ്മതിക്കും നീയൊക്കെ. ഇവിടെ വരുന്ന ലേഡീസില്ലേ, നമ്മുടെ ഷോപ്പിൽ വരുന്ന ലേഡീസ് നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുക്കുന്ന ഡ്രസ്സ് വെയർ ചെയ്തുകൊണ്ടുള്ള 3 ആംഗിളിൽ നിൽക്കുന്ന 3 ഫോട്ടോയോ അല്ലെ 15 സെക്കൻഡിന് താഴെ നിൽക്കുന്ന വീഡിയോയോ നമുക്ക് അയച്ചു തരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 3 പേർക്ക് നമ്മൾ നല്ല കിടിലം ഗിഫ്റ്റ് കൊടുക്കും. അതിന്റെ കാര്യമാണ് പറഞ്ഞത്. ബ്യൂട്ടിന്ന് കേട്ടപ്പോഴേ ഓടി എല്ലാം കൂടെ. എന്തോ പറയാനോ ഒന്ന് പറ. കുറച്ച് പൗഡർ ഇട്ടേ. അപ്പൊ ഒന്നും ഇല്ലല്ലേ? ഒരുത്തനെന്താടാ അവനിത് കേട്ടപ്പോഴേ ഇറങ്ങി ഓടി വിടുന്നു. മറ്റേതോ കിട്ടിയില്ല, ഇതേലൊരെണ്ണം കിട്ടുമെന്ന് നോക്കാം. വേഗം ചെല്ലി. മറ്റേതോ കിട്ടിയില്ല, ഇതെങ്കിലും തന്നിരുന്നേ വലിയ ഉപകാരമായിരുന്നു. എടാ, അത് ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ പുതിയ ഓഫറാണ്. 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ ബോട്ടിന്റെ നെറ്റ് ബാൻഡ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ നാളെ മുതൽ കൊടുത്തു തുടങ്ങും. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു ഗീവ് അവേ ഉണ്ടായിരുന്നല്ലോ, അത് നമ്മൾ 1000 സബ്സ്ക്രൈബർ ആകുന്ന സമയത്ത് 3 പേരെ തെരഞ്ഞെടുത്തിട്ട് കൊടുക്കുന്ന കാര്യമല്ലേ നമ്മളന്ന് പറഞ്ഞിരുന്നേ? നിങ്ങളത് മറന്നു, അതിപ്പോ റണ്ണിംഗ് അല്ലേ? ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു തരാം. എടാ നീ പറയണ്ട, എനിക്കറിയാം. ഞാൻ പറയട്ടെ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആകുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് 3 പേരെ തെരഞ്ഞെടുത്തിട്ട് നമ്മൾ ബോട്ടിന്റെ ഡിസ്പ്ലേ ഉള്ള എയർപോർട്ട് കൊടുക്കുന്നുണ്ട്. അതല്ലേ ശരിക്കും സംഭവം? അത് മാത്രമല്ല, നമ്മൾ അതിനകത്ത് വീഡിയോസ് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതൊക്കെ ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മുടെ വീഡിയോസ് അവർക്ക് കിട്ടുന്ന അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണ്ടേ? ഇത് ചെയ്യണ്ടേ? അപ്പൊ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് പിന്നെ വരുന്നതെല്ലാം കാണാൻ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. അക്കാര്യം മറക്കാതെ ചെയ്യാൻ പറയണം എല്ലാവരും. അപ്പൊ എല്ലാരും മറക്കാതെ ചെയ്തോളുക.